ജാർഖണ്ഡിലെ ധുംകയിൽ സ്പാനിഷ് വനിത കൂട്ടബലാത്സംഗത്തിനിരയായി. ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ തടഞ്ഞു നിർത്തിയാണ് കൂട്ടബലാത്സംഗം ചെയ്തത്. 3 പേർ കസ്റ്റഡിയിലായി. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എന്താണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? വേണു, ഇന്നലെ രാത്രിയാണ് ദുംക ജില്ലയിലെ അൻസ്ദിഹ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുർമഹട്ടി മേഖലയിൽ വെച്ച് ഈ 45-കാരിയായ സ്പാനിഷ് വനിത കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. ബൈക്കിൽ സഞ്ചരിക്കവേ, ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ 10ഓളം പേരടങ്ങുന്ന സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി. പിന്നീട് ഈ വനിതയെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അതിനുശേഷം കൂട്ടബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. ഏതാണ്ട് രാത്രി 11 മണിയോട് തന്നെ പോലീസ് അതുവഴി പട്രോളിംഗ് നടത്തുന്നതിനെയാണ് സഹായം അഭ്യർത്ഥിച്ച് സ്പാനിഷ് വനിതയെ അവിടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനുശേഷം പോലീസ് വനിതയെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്തായാലും ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. 3 പേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ പേർ ഈ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവരെ പിടികൂടാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇവർ ബംഗ്ലാദേശിൽ നിന്ന് വന്ന സംഘമാണ്, ഭാര്യയും ഭർത്താക്കന്മാരുമാണ്. ഇവർ ഇന്ത്യയിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ സഞ്ചരിച്ച് ടെന്റ് കെട്ടി താമസിക്കുകയായിരുന്നു ഇവരുടെ രീതി. ഇതിനിടയിലാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ നിന്ന് നേപ്പാളിലേക്ക് പോകുന്ന വഴി ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. എന്തായാലും പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 3 പേരെ ഇതിനകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ പേരെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് ദുംക SP അറിയിച്ചിരിക്കുന്നത്. വേണു, ശരി. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.